ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എൻഫീൽഡിൻ്റെ മറ്റ് ബൈക്സും ഇൻ്റർസെപ്റ്റർ 650 തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. ഇൻ്റർസെപ്റ്റർ 650ക്ക് വരുന്നത് 4-stroke 648cc എയർ ആൻഡ് ഓയിൽ കൂൾഡ് SOHC 8 valve പാരലൽ എഞ്ചിനാണ്. നോർമൽ റോയൽ എൻഫീൽഡ് 350cc വരുന്നത് 340cc സിംഗിൾ സിലിണ്ടർ 4-stroke എയർ, 500cc ആണെങ്കിൽ 499cc സിംഗിൾ സിലിണ്ടർ 4-stroke എയർ കൂൾഡ് എഞ്ചിനാണ്. ടയേഴ്സിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. ഫെറലീന ടയറാണെങ്കിലും അത്ര ഗ്രിപ്പ് തരുന്നില്ല എന്ന്, കോർണറിങ് കോൺഫിഡൻസ് തരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ വീണ്ടും ഇന്ന് ഓടിച്ച് നോക്കി വണ്ടി, പക്ഷേ അതങ്ങനെ തന്നെയാണ്. കോർണറിങ് എനിക്ക് തീരെ കോൺഫിഡൻസ് തരുന്നില്ല. പക്ഷേ ബ്രേക്കിംഗ് നല്ല കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ടയേഴ്സ് നമുക്ക് പുറത്തുനിന്ന് ടയർ വാങ്ങി ഇട്ടാൽ തീരുന്നാവുന്ന പ്രശ്നമേ ഉള്ളൂ. നല്ലൊരു ടയർ വാങ്ങിയിട്ടാൽ മതി. ഹീറ്റിംഗ് ഉണ്ടെങ്കിലും ഹീറ്റിംഗ് ഓടിക്കുമ്പം ഹീറ്റിംഗ് നമ്മൾ കാലിലേക്ക് അടിക്കാത്ത രീതിയിലാണ് ഹീറ്റിംഗ് ഉള്ളത്. ഫ്യൂൽ ഗേജിനെ പറ്റി പറയുകയാണെങ്കിൽ എൻഫീൽഡിൻ്റെ ഒരു ബൈക്കിലും ഫ്യൂൽ ഗേജ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയാം. പിന്നെ വലിയ കുഴികളിലൊക്കെ ചാടുമ്പോൾ എക്സോസ്റ്റിൻ്റെ അടിഭാഗം തട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഓടിക്കുമ്പോൾ മറ്റുള്ള വണ്ടികളുമായിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. നല്ല വൈഡാണ് എക്സോസ്റ്റ്, നല്ല വിടുത്ത് വരുന്നുണ്ട്. ക്ലച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻഫീൽഡിൻ്റെ ബൈക്കുകളെ പോലെ തന്നെ അത്യാവശ്യം ടൈറ്റുള്ള ക്ലച്ച് തന്നെയാണ്. കുറച്ചുകൂടെ സോഫ്റ്റ് ആകാമായിരുന്നു എന്ന് തോന്നി. ഗിയറും സെയിമാണ്, ഫാൾസ് ന്യൂട്രൽ വരുന്നുണ്ട്. പക്ഷേ എൻഫീൽഡിൻ്റെ ബാക്കി ബൈക്സിനെ വെച്ച് നോക്കുമ്പം കുറവാണ്. ഈ ബൈക്കിൻ്റെ ക്രൂസ് സ്പീഡ് 190 to 120 ആണ്. 190 to 120 നല്ല വിൻഡ് വരും. അപ്പോൾ ഒരു ടാങ്ക് ബാഗ് ഉണ്ടെങ്കിൽ 90 to 120 വരെയുള്ള വിൻഡൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പക്ഷേ 120 മുതൽ 140, 150 ഉള്ള വിൻഡിന് ആ ടാങ്ക് ബാഗ് കൊണ്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ടൂറിങ്ങിന് ഇപ്പോൾ ഹിമാലയൻ തന്നെയാണ് എൻ്റെ ചോയ്സ്. ഹിമാലയൻ്റെ അത്രയും കംഫർട്ട് ഇൻ്റർസെപ്റ്ററിൽ എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ വൈസർ ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്, വിൻ ബ്ലാസ്റ്റ് വരുന്നുണ്ട്. ചെറിയൊരു വിൻ വൈസറാണ് ഇൻ്റർസെപ്റ്ററിന് വരുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ വിൻ ബ്ലാസ്റ്റ് വരും. ഒരു നോർമൽ ഹൈറ്റുള്ള ഒരാളാണെങ്കിൽ വണ്ടി നിർത്തിയിട്ടിട്ട് ബാക്കോട്ട് ഫ്രണ്ടിലേക്കൊക്കെ എടുക്കുമ്പോൾ ഫ്രൂട്ട് ടെസ്റ്റുമ്പോൾ കാല് തട്ടും. പൊസിഷൻ അത്ര കറക്റ്റല്ല. ശരിക്കും സൗണ്ട് തന്നെയാണ് ഈ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. എൻഫീൽഡിൻ്റെ ബാക്കിയുള്ള ബൈക്കിനൊന്നും ഇല്ലാത്തൊരു തരത്തിലുള്ള സൗണ്ടാണ് ഇതിൻ്റെ. പാരലൽ ട്വിൻ എഞ്ചിൻ ആയതുകൊണ്ട് അതിൻ്റെ നല്ല സൗണ്ട് ഉണ്ട് ഇതിന്. ബ്രേക്സ് വരുന്നത് ഫ്രണ്ട് 320mm ഡിസ്കും ബാക്ക് 240mm ഡിസ്കുമാണ്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ 200 kg ഡ്രൈ വെയിറ്റ് ഉണ്ട്. ഫ്യൂൽ കപ്പാസിറ്റി 13.7 ലിറ്ററാണ്. 6 സ്പീഡ് മാനുവലാണ് ഗിയർ ബോക്സ്. പവർ വരുന്നത് 47 bhp പവറും 52 Nm ടോർക്കുമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ INFJ റൈഡർ.